ഈ തോർത്ത് നിങ്ങളുടെ തോളത്ത് കിടക്കുവാണോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? അച്ഛനെ കുളിപ്പിച്ചിട്ട് തല തോർത്തിട്ടില്ല. എന്റെ ദൈവമേ, അച്ഛന്റെ ടാങ്കിൽ വെള്ളം ഇറങ്ങി കാണും. ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങിയെന്ന് പറയുന്നു. അല്ല, കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് തല തോർത്തില്ലെങ്കിൽ തലയിൽ വെള്ളം ഇറങ്ങുമല്ല. അതാണ് അവള് പറഞ്ഞത്. ആ ടാങ്കാണ് അവളുടെ അച്ഛന്റെ തല. അല്ല അച്ഛാ, ഇനി പനി വരത്തില്ല കേട്ടോ. അതേ തിരുമ്പിയിട്ടുണ്ട്. എന്താ തിരുമ്പി പിടിപ്പിക്കുന്നത്? വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നീർവീഴ്ച വരൂല. അതില്ലാതിരിക്കാൻ രാസനാഥപ്പൊടി തിരുമ്പി അടിപൊളി. അല്ല, ഇതാരാ ചേട്ടാ? മനസ്സിലായില്ലേ? ഇതാണ് ബ്രോക്കർ. ബ്രോക്കർ മന്മഥൻ പോറ്റി. ഓഹോ, അപ്പൊ നിങ്ങക്ക് ഞാനൊരു ശല്യായല്ലേ? എന്നെ വരെ കെട്ടിച്ചു വിടാൻ പോവുകയാണോ? അതെ, അങ്ങനെ നിന്റെ അച്ഛനെ പോലത്തെ ദ്രോഹം ഞാൻ ചെയ്യൂല. ഇതേ കല്യാണ ബ്രോക്കർ അല്ല, ഈ വണ്ടി കാണാൻ വന്ന ബ്രോക്കർ. അതാണ്. ആരായാലും കൊള്ളാം, നല്ല തറവാട്ടുകാർക്ക് ഞാൻ എന്റെ അച്ഛനെ കൊടുക്കും. അത്രേ ഉള്ളു. എന്നിട്ട് പിന്നെ ചേട്ടൻ ഈ വണ്ടി തന്നതാ? അന്നതല്ലല്ലോ, തലയിൽ കെട്ടി വെച്ചതല്ലേ വണ്ടിയാ രണ്ടും. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് കളിയാക്കുവൊന്നും വേണ്ട. അത്യാവശ്യം തറവാട്ടിൽ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങളും. ഏത് തറവാട്? തറക്കണ്ടം തറവാട്. അയ്യേ, ഇത് എന്തൊരു തറവാട്ട് പേര്! ഈ ചെളിക്കുണ്ട് പോലെ ഇരിക്കുന്ന വണ്ടി വിൽക്കണമെങ്കിലേ ഈ തറക്കണ്ടം തറവാട് മതി. അതെ, എനിക്ക് ഈ വണ്ടി വിൽക്കണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഈ മനുഷ്യനോട് ഞാൻ ആകുന്ന പറഞ്ഞ എന്റെ ഈ അച്ഛനെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി നടക്കിരുത്തിയാ മതിയെന്ന്. നടക്കിരുത്ത പുള്ളിക്കാരനെ ഗുരുവായൂർ കേശവനാ. കേശവനല്ലേ, കേൾസവനല്ലേ? ശരിയാണ്. പിന്നെ ഈ കേശവനെ നടക്കിരുത്താൻ കമ്പറ്റിക്കാര് സമ്മതിച്ചില്ല. അതെന്നാന്നേ? ആനക്ക് മതമുള്ള കഴിഞ്ഞ 1-2 പേരെ ചവിട്ടിക്കൊല്ലുള്ളൂ. അത്രേ ഉള്ളൂ. എന്റെ പൊന്നടാവേ, ഇവളുടെ അച്ഛന്റെ തുരുമ്പെങ്ങാനെ ഇളകി വീണ ആ ഉത്സവത്ത് വന്ന സകല ആൾക്കാരും സെപ്റ്റിക് അടിച്ച് വരിക്കും. അതാണ് ഈ കേൾക്കവന് നടക്കിരുത്തഞ്ഞ്. ചേട്ടാ, ഈ തുരുമ്പടിക്കാൻ കാരണം എന്നാ? വണ്ടി ഇങ്ങനെ ചുമ്മാ വെക്കുന്നോണ്ടാ. വല്ലപ്പോഴും ഓടിച്ചൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വണ്ടിക്ക് തുരുമ്പ് പിടിക്കും? അതെ, അങ്ങനെ പറ. ഈ മനുഷ്യനോട് ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞ ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ വടക്കേ കവല വരെയൊക്കെ ഒന്ന് പോകാൻ കേൾക്കണ്ടേ? കൊള്ളാം. ഈ വണ്ടി എടുത്തിട്ട് ഞാൻ വടക്കേ കവലെ പോയി കഴിഞ്ഞാ പിന്നെ എന്നെ തെക്കേ പറമ്പിലേക്ക് എടുക്കേണ്ടി വരും. പിന്നെ കൊല കൊടുക്കാൻ നോക്കേ അളിയൻ ചത്ത പക. അതെ, ഈ വണ്ടി മേടിക്കാൻ വരുന്ന ആള് വല്ല തറവാട്ടുകാരനോ മറ്റോ ആണോ? അത് ഞാൻ പറയാനിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ അവനോട് സംസാരിച്ച രീതി വെച്ച് നോക്കിയപ്പോ നിങ്ങളുടെ തറവാട്ടിൽ ചേരുന്ന ആള് തന്നെയാ. അപ്പൊ തറവാടിയാ. വെളിവുമില്ല, വെള്ളിയാഴ്ച ഇല്ല. മൂക്ക് തെറിച്ചു പോലും ആ ചീറ്റിന്.